ഹായ് ഓൾ, ഇ ആൻഡ് ഇസഡ് നൊട്ടേഷൻ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇത് രണ്ട് കാർബൺ ആറ്റം അല്ലേ. ഈ കാർബൺ ആറ്റത്തിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട്, അതിന് നേരെ നമ്മൾ നേരെ തിരിച്ചിങ്ങോട്ട് എഴുതുക. സി ഡബിൾ ബോണ്ട് സി, മുകളിൽ ഹൈഡ്രജൻ, അതുപോലെ തന്നെ COH, താഴെ CH3, അതിൻ്റെ ഈ കാർബൺ ആറ്റത്തിൻ്റെ ഇവിടെ C6H5. ഈ ആൻഡ് ഇസഡ് നൊട്ടേഷൻ കണ്ടുപിടിക്കുന്നതിന് ആദ്യം നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യുക, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള ഇത്രയും ഇതിനെ നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് നമ്പർ കൊടുക്കുക. അപ്പോൾ ഈ കാർബൺ ആറ്റത്തെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ COH ഉം CH3 ആണ് ആദ്യത്തെ. ഇപ്പോൾ രണ്ടിൻ്റെ നമ്മൾ ആദ്യത്തെ ഇതെന്ന് പറയുന്ന കാർബൺ ആറ്റാണ്. കാർബൺ ആറ്റത്തിൻ്റെ രണ്ടിൻ്റെ അറ്റോമിക് നമ്പർ എടുത്താൽ കാർബൺ ആറ്റത്തിൻ്റെ 6 ആണ്. അപ്പോൾ അതിന് രണ്ടും സെയിം പ്രയോറിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ആറ്റത്തെ എടുക്കുക. ഇവിടെ ഓക്സിജൻ വരും, ഹൈഡ്രജൻ വരും. ഓക്സിജൻ്റെ 8 ആണ്, ഇവിടെ ഹൈഡ്രജൻ 1 ആണ്. അപ്പോൾ പ്രയോറിറ്റി കൂടുതൽ, അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് പ്രയോറിറ്റി കൂടും. അപ്പോൾ ഇവിടെ നമ്പർ 1 കൊടുക്കുക, ഇവിടെ നമ്പർ 2 സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിനെ എടുക്കുക. ഇതിൻ്റെ അകത്ത് ഹൈഡ്രജൻ C6H5 കാർബൺ അല്ലേ. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പം ഹൈഡ്രജൻ്റെ 1 ആണ്. അപ്പം പ്രയോറിറ്റി നമുക്കറിയാം 6-നാണ് കൂടുതൽ വരുന്നത്. അറ്റോമിക് നമ്പർ കൂടുതലുള്ളതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഇവിടെ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇ ആൻഡ് ഇസഡ് നൊട്ടേഷൻ കണ്ടുപിടിക്കുന്നതിന് നേരെ ഇതിൻ്റെ ഈ സെയിം, അതായത് ഇങ്ങനെ നോക്കുക. ഇതിൻ്റെ അകത്ത് ഒരേ സൈഡിൽ, സെയിം സൈഡിൽ പ്രയോറിറ്റി ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അത് ഇസഡ് നൊട്ടേഷനും, പ്രയോറിറ്റി വ്യത്യാസമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഈ നൊട്ടേഷനും ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇവിടെ 1-ഉം ഇവിടെ 2 ആണ് വന്നിരിക്കുന്നത്. സെയിം ആണെങ്കിൽ 1-ഉം 1-ഉം ആയിരുന്നെങ്കിൽ ഇത് ഇസഡ് ആയിരുന്നേനെ. ഇത് 1-ഉം 2 ആണ്. അതുകൊണ്ട് ഈ നൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ ആണ്. ഓക്കെ, താങ്ക് യു.